നമസ്കാരം. ചോതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ രാഹുവാണ്. രാശ്യാധിപനായി വരുന്നത് ശുക്രനാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം പ്രത്യേകതകൾ ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഇവരുടെ ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇവർ തിരിച്ചറിയാറില്ല എന്നതും വാസ്തവമാണ്. അധികാരമുള്ള വ്യക്തികളായി മാറും. അധികാരം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നേതൃപാടവം ഉള്ളവരാണ്. നേതൃപാടവത്തോടെ പലരെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും. നിർബന്ധ ബുദ്ധി കൂടുതലാണ് എന്ന കാര്യം ഇവരെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ശാന്തരായ വ്യക്തികളാണ് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ശാന്തത പലപ്പോഴും പുറത്ത് കാണിക്കുന്നവർ തന്നെയാണ് ഇവർ. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുവാൻ, അതായത് മറ്റുള്ളവർ നൽകുന്നതായ ഉപദേശം പെട്ടെന്ന് സ്വീകരിക്കുവാൻ അല്പം മടിയുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ അമ്മയുമായി പ്രത്യേകമായ ബന്ധം, അത്രമേൽ ആഴത്തിലുള്ള ബന്ധമാണ് ഇവർക്ക് ഉണ്ടാവുക. എന്നാൽ ദാമ്പത്യ ജീവിതം പലപ്പോഴും സുഖകരമാകണം എന്നില്ല. പല രീതിയിലുള്ള ദുരിതങ്ങൾ, ക്ലേശങ്ങൾ എന്നിവ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിലെ വിഷയങ്ങൾ, കുടുംബത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ പലതും പുറമെ പറയാത്തവർ എന്ന പ്രത്യേകതയും ചോതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം. എന്നാൽ ചോതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചോതി നക്ഷത്രക്കാരുടെ ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട് തന്നെ തുടങ്ങാം. ചെറുപ്പകാലത്ത്, അതായത് ഏകദേശം ഒരു 9 വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം ഇവർക്ക് രാഹുദശ വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഇതിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും ഒരു 70% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു, അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രാഹുദശയാണ് ഈ സമയം ഇവർക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, വീഴ്ച, മുറിവ് എന്നിവ സംഭവിക്കാം. സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം. കലഹങ്ങൾ വർദ്ധിക്കാം. കൂടാതെ പലപ്പോഴും പല കാര്യങ്ങളുടെ മുൻപിൽ നിൽക്കുകയും അതിൽ നിന്നും ഉൾവലിയുന്നതായ സ്വഭാവം ഇവർ പ്രകടിപ്പിക്കും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും പഠിത്തത്തിൽ അത്രമേൽ ശോഭിക്കണം എന്നില്ല. ശോഭിക്കില്ല എന്നല്ല പറയുന്നത്, സാധ്യത അല്പം കുറവാണ് എന്ന് പറയാം. ഈ സമയം ഇവർ പുറകിലേക്ക് പോകുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ രാഹു നിങ്ങളുടെ ജാതകപ്രകാരം അനുകൂലമാവുകയാണ് എങ്കിൽ, അത്തരത്തിലുള്ള ഫലമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് പഠിച്ച് മുന്നേറുവാൻ ഈ സമയം സാധിക്കും. അതല്ല എങ്കിൽ ദോഷകരമായ ഈ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. 9 വയസ്സിൽ നിന്നും 25 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും സംഭവിക്കും. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് വ്യാഴദശ നിങ്ങൾക്ക് ആരംഭിക്കും എന്ന് തന്നെയാണ്. അതിനാൽ തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. 9 വയസ്സ് വരെ നിങ്ങൾ അനുഭവിച്ചതായ പല പ്രശ്നങ്ങളും 9 വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും. പ്രധാനമായും പഠനത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. വിദ്യയിൽ പെട്ടെന്നാണ് ഉയർച്ച വന്നു ചേരുക. എന്നാൽ അനിഷ്ടഭാവത്തിൽ വ്യാഴം വരികയാണ് എങ്കിൽ ഈ ഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കണമെന്നുമില്ല. ആ കാര്യവും ഓർക്കുക. വിവാഹം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഈ സമയം തൊഴിൽപരമായ നേട്ടങ്ങൾ, നാട്ടിലോ വിദേശത്തോ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതായ കാര്യമാകുന്നു. കൂടാതെ ഈ സമയം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ഭാര്യ, മക്കൾ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വലിയ ഉയർച്ച തന്നെ നൽകുവാൻ സാധിച്ചു എന്ന് വരാം. വാഹനം, വീട്, സ്വർണം, സ്ഥലം എന്നിവ നിങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം അത്രമേൽ അനുകൂലമായ സമയമായി മാറും എന്നതാണ് വാസ്തവം. അത്രമേൽ
ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യം ഓർക്കണം. വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ വരികയാണ് എങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. 25 വയസ്സിൽ നിന്നും 44 വയസ്സ് വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും. അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ശനി ദശയാണ് എന്ന കാര്യമാണ്. അതിനാൽ പൂർണ്ണമായ ഫലം ശനിയുമായി ബന്ധപ്പെട്ടാണ് വന്നു ചേരുക. സൗഭാഗ്യം ഈ സമയം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ മറ്റു ചില അനുകൂലമായ കാര്യങ്ങൾ കൂടി സംഭവിക്കും. നിങ്ങൾ പല പ്രവർത്തനങ്ങൾ ചെയ്യും, പല കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയങ്ങൾ, അംഗീകാരം, പ്രശസ്തി എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഈ വയസ്സ് വളരെ സുപ്രധാനമാണ് എന്ന കാര്യം ഓർക്കുക. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഉയർച്ച വന്നു ചേരുന്നതായ സമയമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അംഗീകാരങ്ങൾ വന്നു ചേരും. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വാഹനം വാങ്ങുവാൻ സാധിക്കും. നിലവിലുള്ള വാഹനം മാറ്റി വാങ്ങുകയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. കൂടാതെ വീട് എന്ന സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ സമയം വീട് നിങ്ങൾക്ക് വാങ്ങുവാനോ അല്ലെങ്കിൽ വിറ്റ് മറ്റൊരു വീട് വാങ്ങുവാനോ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ ഈ സമയം നിങ്ങൾക്ക് ശനിയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് എന്നാണ് പൊതുഫലത്താൽ പരാമർശിക്കുവാൻ സാധിക്കുക. കൂടാതെ ധാരാളം ആശ്രിതർ ഉണ്ടാകുന്നതായ സമയമാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ലാഭം വർദ്ധിക്കും. ആർഭാടപൂർണമായ ഒരു ജീവിതം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കും. ആർഭാടം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. എന്നിരുന്നാലും ഈ സമയങ്ങളിൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ 44 വയസ്സിന് ശേഷം 61 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ സമയമാകുന്നു. ഈ 44 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയ്ക്കുള്ള സമയമാകുന്നു. ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. അതിനുശേഷം 61 വയസ്സ് വരെയുള്ള സമയം ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. മുൻപ് ശത്രുക്കൾ ഇല്ല എന്നല്ല പറയുന്നത്. ഈ സമയം ശത്രുക്കൾ അല്പം കൂടി വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവരെ പ്രതിരോധിക്കുക അല്പം പ്രയാസമേറിയ കാര്യമായി മാറാം. കടം ഈ സമയം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം. പല പ്രവൃത്തികൾ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം. തന്മൂലം കടം വരാം. അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ചതിയുമായി ബന്ധപ്പെട്ട് കടം വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാകുന്നു. എതിർപ്പുകൾ ഉണ്ടാകാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എതിർപ്പുകൾ വന്നു ചേരാം. തടസ്സങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ഒരു കാര്യവും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. കൂടാതെ ഈ സമയം സൗഭാഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ്. അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗുരുവായൂരിൽ അഥവാ ഗുരുവായൂരപ്പനെ എല്ലാ മാസവും 1-ാം തീയതി മലയാള മാസം 1-ാം തീയതി പോയി തൊഴുക. സാധിക്കുന്നവർ ചെയ്യുക. അതല്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൊഴുക. സാധിക്കുന്നതായ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുക. നിത്യവും കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു തുളസി പറിച്ച് ഭഗവാന്റെ കാൽപാദത്തിൽ വച്ച് ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സഹായകരമായി തീരും. ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ്. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. രോഗങ്ങളും ഈ സമയം ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. 68 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാകുന്നു. കാരണം ഈ സമയം കേതുദശയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കേതുദശ ആരംഭിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ഈ സമയം വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം.
അതിനാൽ വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. ശത്രുക്കൾ പിന്നെയും വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മുൻപുള്ള ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുകയോ ചെയ്യുന്ന അവസരമായി മാറാം. കൂടാതെ ഈ സമയം ആരോഗ്യം ക്ഷയിച്ച് തുടങ്ങുന്നതായ ഒരു സമയമാണ്. അല്ലെങ്കിൽ മൂർധന്യാവസ്ഥയിലേക്ക് എത്താം, പല രോഗങ്ങൾ പിടിപെടാം. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ ആരോഗ്യ കാര്യത്തിൽ ശരിയായ രീതിയിൽ പരിപാലനം നടത്തി മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ഈ സമയം പോലീസ് കേസ്, വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ രോഗങ്ങൾ മൂർച്ഛിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് പരമശിവനിൽ അഭയം പ്രാപിക്കുക എന്ന കാര്യമാണ്. പരമശിവനെ നിത്യവും ആരാധിക്കുക. പരമശിവന്റെ വിശേഷാൽ മന്ത്രങ്ങൾ പ്രധാനമായും പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക, 108 തവണ ജപിക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക, 108 തവണ നിത്യവും ജപിക്കുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികുമോ ബന്ധനാത് മൃത്യോർമോക്ഷിയമാമൃതാത് എന്നാകുന്നു. ഈ മന്ത്രം നിങ്ങൾ നിത്യവും 108 തവണ ജപിക്കുക. ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങളെ ഒഴിവാക്കുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും സഹായകരമായ മന്ത്രം നിത്യവും ജപിക്കുക. ഈ സമയം പരമശിവനെ ആരാധിക്കുമ്പോൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുക. നിത്യവും ഭഗവാന് വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുക. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം മുടങ്ങാതെ ചെയ്യുക. മറ്റു ദിവസങ്ങളിൽ സാധിക്കുന്നില്ല എങ്കിൽ തിങ്കളാഴ്ച ദിവസമെങ്കിലും ഭഗവാന് വെള്ള പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നത് വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ്. കൂടാതെ നിത്യവും സന്ധ്യാസമയത്ത് കുളിച്ച് ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമണിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും സർവ ഐശ്വര്യപ്രദം കൂടിയാണ്. ഇനി 68 വയസ്സിന് ശേഷം ഒരു 88 വയസ്സ് വരെ സംഭവിക്കാവുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ശിവപ്രീതിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നതായ സമയം, ശുക്രദശ ആരംഭിക്കുന്നതായ സമയം. എന്നാൽ ജാതകപ്രകാരം നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നു ചേരാം. ജാതകപ്രകാരം ശുക്രദശ നേരത്തെ സംഭവിക്കാവുന്നതുമാണ്. അത് ജാതകം പരിശോധിച്ചാലേ മനസ്സിലാകൂ. ശുക്രദശ ആരംഭിക്കും എന്നാണ് പൊതുഫലപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുക. ഈ സമയം സന്തോഷം വർദ്ധിക്കും. ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെ ഉയർച്ച നൽകുവാൻ സാധിക്കും. മക്കൾക്കും ഭാര്യയ്ക്കും അതേപോലെ സഹോദരങ്ങൾക്കും വളരെയധികം ഐശ്വര്യവും ഉയർച്ചയും നൽകുവാൻ സാധിക്കും. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ വയസ്സുകളിൽ ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ധനം പല വഴികളിലൂടെ വന്നു ചേരാം. മക്കൾക്ക് ഉയർന്ന ഉദ്യോഗം ലഭിക്കാം. അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യാപാരത്തിൽ വളരെ വേഗം ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. വ്യവഹാരങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ, മനസന്തോഷം വന്നു ചേരുന്ന സമയമായി മാറാം. അതിനാൽ തീർച്ചയായും ഈ സമയം ചോദ്യ നക്ഷത്രക്കാർക്ക് ശുഭകരമാണ് സമയം. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പൊതുഫലത്താൽ പരാമർശിക്കുവാൻ സാധിക്കുക. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ട് എങ്കിൽ ആ ദോഷങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.